എക്സ്പോണൻസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എക്സ്പോണൻസ് അഥവാ കൃത്യംഗങ്ങളുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ദയവായി ബേസിക് മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായി മുകളിൽ വലതുവശത്തായി ഒരു ഐ ബട്ടണായി കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണേണ്ടതാണ്. നമുക്ക് എക്സ്പോണൻസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ 2 ക്യൂബ് 2³ അല്ല 2 ക്യൂബ് ഇൻറ്റു 2⁵ ഒന്ന് എന്ത് ചെയ്യണം, മുകളിലുള്ള രണ്ട് നമ്പറും കൂടെ ആഡാണ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ 3 + 5 2⁸. പിന്നെ നമ്മൾ പഠിച്ചു 2⁵ ഡിവൈഡഡ് ബൈ 2⁵ ആണെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 2⁵ - 3 2 2⁻² എന്ന് കിട്ടി അല്ലേ. പിന്നെ നെഗറ്റീവ് നമ്പർ x⁻³ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/x³ ആണ്. അല്ലെങ്കിൽ 2⁻³ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2³ ആണ്. ന്യൂമറേറ്റർ കിടക്കുന്ന ഒരു എക്സ്പോണൻറ്റ് പവർ ഡിനോമിനേറ്റർ വരുമ്പോൾ അതിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് മൈനസ് മാറി എന്താവും, പ്ലസ് ആകുമെന്നും പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആകുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മളിവിടെ അടുത്തൊരു നിയമം പഠിക്കാൻ പോവുകയാണ്. ഒരു എക്സാമ്പിൾ 4⁻², അതായത് 4² ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇതെങ്ങനെയാണ് വായിക്കുക, 4² ദ ഹോൾ ബ്രാക്കറ്റിനെ ദ ഹോൾ എന്ന് വായിക്കും. 4² ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4² ക്യൂബ് എന്ന് പറഞ്ഞാൽ 4² 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യണം. 4² × 4² × 4². ഇതാണല്ലോ 4² ക്യൂബ് എന്ന് പറയുക. 4² 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നതിനെയാണ് 4² ക്യൂബ് എന്ന് പറയുക. ഈ 4² എന്ന് പറഞ്ഞാൽ എന്താ, 4² എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലേ. 4² എന്ന് പറഞ്ഞാൽ 4 × 4 ഇൻറ്റു ഈ ഇൻറ്റു 4² എന്ന് പറഞ്ഞാൽ വീണ്ടും 4 × 4 ഇൻറ്റു ഈ 4² എന്ന് പറഞ്ഞാലും 4 × 4. അപ്പോൾ എത്ര 4 ഉണ്ട്, 1 2 3 4 5 6 അല്ലേ. 4⁻6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി നമ്മുടെ ഫോമുല എന്ന് പറയുന്നത് 4² ദ ഹോൾ ക്യൂബ് ചെയ്യാൻ വന്നാൽ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചെയ്യാൻ 4 എഴുതിയതിന് ശേഷം ഈ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യണം. 2 × 3 അപ്പോൾ എത്ര വരും, 4⁻6. അപ്പോൾ ഒരു നമ്പർ റൈസ് ടു വേറൊരു നമ്പർ വീണ്ടും ദ ഹോൾ റൈസ് ടു വേറൊരു നമ്പർ വന്നാൽ ഈ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. പവറുകൾ തമ്മിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ 3 ക്യൂബ് ദ ഹോൾ റൈസ് ടു 5. എന്ത് ചെയ്യുക, 3 ഈ പവറുകളായ 3ഉം 5ഉം തമ്മിൽ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. 3 × 5 15. 3⁻15 എന്ന് കിട്ടും. അതായത് ഒരു നമ്പറിൻ്റെ പവർ വീണ്ടും റൈസ് ടു മറ്റൊരു പവർ വന്നാൽ ആ രണ്ട് പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി ഇങ്ങനെയും വരാം. 2⁻3 ദ ഹോൾ റൈസ് ടു 1/3. ഫ്രാക്ഷൻ ആൻഡ് പവർ ഫ്രാക്ഷനായിട്ടും വരാം. അപ്പോഴെന്ത് ചെയ്യുക, 2 × നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവ തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. 3 × 1/3. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫ്രാക്ഷൻ്റെ ക്ലാസ്സുകൾ കണ്ടവർക്ക് തീർച്ചയായും അറിയായിരിക്കും, കാണാത്തവർ അത് കാണുക. 3 × 1/3 എന്ത് ചെയ്യുക, 3ഉം 3ഉം ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് 3ഉം 3ഉം എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. പ്ലസ് ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റു ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വരും, 2⁻1 എന്ന് വരും. ആൻസർ 2. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി മറ്റൊരു നിയമത്തിലോട്ട് നമുക്ക് കടക്കാം. അതായത് 2 × 3 2 × 3 2 × 3 the whole raised to 2 × 3 the whole raised to 5. 2 × 3 the whole എന്ന് പറഞ്ഞാൽ രണ്ടിനും ഉണ്ട്. 2 × 3 the whole raised to 5 എന്ന് പറഞ്ഞാൽ ഈ റൈസ് ടു 5 ആർക്കൊക്കെ ഉണ്ട്, 5നും ഉണ്ട്, അതുപോലെ തന്നെ 3ക്കും ഉണ്ട്. ഈ റൈസ് ടു 5 2നും ഇടണം, 3ക്കും ഇടണം. റൈസ് ടു 5 2നും ഇടാം, 3ക്കും ഇടാം. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2 × 3 ദ ഹോൾ റൈസ് ടു 5 എന്ന് പറയുന്നത് 2⁵ × 3⁵ ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. 2 + 3 ദ ഹോൾ റൈസ് ടു 5 എന്ന് വന്നാൽ
2 + 3 the whole raised to 5 എന്ന് വന്നാൽ അതിനെ 2 raised to 5 + 3 raised to 5 എന്ന് എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇവിടെ ഇടയ്ക്ക് പ്ലസ് ആണ് വരുന്നതെങ്കിൽ 2 + 3 the whole raised to 5 എന്ന് എഴുതിയാൽ ഇവിടെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ 2 raised to 5 + 3 raised to 5 ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടില്ല. ഇടയ്ക്ക് ഇൻറ്റു ആണെങ്കിൽ മാത്രം, ഇടയ്ക്ക് ഇൻറ്റു ആണെങ്കിലോ ഡിവൈഡ് ആണെങ്കിലോ, അത് ഞാൻ അടുത്ത് പറയും, ഇൻറ്റു ആണെങ്കിലോ ഡിവൈഡ് ആണെങ്കിലോ മാത്രമേ ഈ റൈസ് ടു 5 രണ്ട് നമ്പറുകൾക്ക് എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് പ്ലസ് ആണെങ്കിലോ മൈനസ് ആണെങ്കിലോ അതിനെ അകത്തോട്ട് 2 - 3 the whole raised to 5 എന്ന് പറയുന്നത് 2 raised to 5 - 3 raised to 5 അല്ല, ഇത് തെറ്റാണ്. ഓക്കെ, ഇതൊരിക്കലും ഈക്വൽ അല്ല. അപ്പോൾ പ്ലസും മൈനസും വരികയാണെങ്കിൽ പവർ എടുത്ത് അകത്തോട്ട് കൊടുക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ പേർ തെറ്റിക്കുന്ന കാര്യമാണിത്. പ്ലസും മൈനസും ഇടയ്ക്ക് വരികയാണെങ്കിൽ ഈ പവർ അകത്തോട്ട് കൊടുക്കാൻ പാടില്ല. ഇൻറ്റു ആണെങ്കിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിവൈഡ് ആണെങ്കിൽ കൊടുക്കാം. 2/3 2 / 3 the whole raised to 5 വന്നാൽ അതിനെ 2 raised to 5 / 3 raised to 5 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ പ്ലസ്സോ മൈനസോ ആണ് വരുന്നതെങ്കിൽ അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ഈ എക്സ്പോണൻസിൻ്റെ ഈ 2 ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പറുകൾ വെച്ചാണ് എഴുതിയത്. ഇതേ കാര്യങ്ങൾ ജനറലായിട്ട് പറയാൻ വേണ്ടി, എല്ലാ നമ്പറുകൾക്കും ഈ നിയമങ്ങളെല്ലാം ബാധകമാണ്. അതുകൊണ്ട് ജനറലായിട്ട് പറയാൻ വേണ്ടി നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും ലെറ്ററുകൾ ഉപയോഗിച്ച് ഇതിനെല്ലാം നമുക്ക് ചുരുക്കി ഓരോ ഫോമുലയായിട്ട് എഴുതാം. നമ്മൾ ആദ്യം പഠിച്ചത് എക്സ് റൈസ് ടു, എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പർ, എക്സ് റൈസ് ടു വേറൊരു നമ്പർ എം ഇൻറ്റു എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു ഇൻറ്റുവിന് പകരം ഡോട്ടാണ് ഇടുക. ആൾജിബ്രയിൽ ഇൻറ്റു എന്ന് പറയുന്ന സൈനും എക്സും തമ്മിൽ കൺഫ്യൂഷൻ ആവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്തിടുക, ഇൻറ്റുവിന് പകരം ഡോട്ട് ഇടുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു വേറൊരു നമ്പർ എൻ. ഈ എക്സ് എന്തായിരിക്കണം, ഇവിടെ വരുന്ന നമ്പറുകൾ ഒരുപോലെ ആയിരിക്കണം. ഇത് നമ്മൾ ബേസ് എന്ന് പറയും. ഓക്കെ, ഒരുപോലെ ആണെങ്കിൽ നമ്മൾ പഠിച്ചു എന്ത് ചെയ്യുക, എക്സ് റൈസ് ടു പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതണം, എക്സ് റൈസ് ടു എം പ്ലസ് എൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 raised to 3 ഇൻറ്റു 2 raised to 5 എന്ന് പറയുന്നത് 2 raised to 3 + 5 ആണെന്ന് പഠിച്ചില്ലേ അല്ലേ? 2 raised to 3 + 5 ആണെന്ന് പഠിച്ചില്ലേ? അതിനെ ആൾജിബ്രയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. ശരി, ഇനി നമ്മൾ അടുത്ത് വേറൊന്ന് പഠിച്ചിരുന്നു. എന്താണ്? എക്സ് റൈസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു എൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് റൈസ് ടു പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യണം, എം മൈനസ് എൻ. ഇനി നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ വരികയാണെങ്കിൽ എക്സ് റൈസ് ടു ഈ എമ്മും എന്നും കൂടെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു കാര്യം കൂടെ പഠിച്ചു, എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ, എക്സ് ഒരു നമ്പർ വൈ വേറൊരു നമ്പർ, റൈസ് ടു എം വരികയാണെങ്കിൽ ഈ എം എക്സിനും കൊടുക്കാം വൈക്കും കൊടുക്കാം അല്ലേ? ഇനി ഡിവൈഡ് ചെയ്യാൻ വരികയാണെങ്കിൽ എക്സ് ബൈ വൈ ഡിവൈഡ് ചെയ്യാൻ വരികയാണെങ്കിലും ഈ പവർ എക്സിനും കൊടുക്കാം വൈക്കും കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിവൈഡ് ചെയ്യാനും ഇൻറ്റു ചെയ്യാനും വരുമ്പോൾ മാത്രമേ ഈ പവറുകൾ നമുക്ക് രണ്ടിനും കൊടുക്കാൻ സാധിക്കൂ. പ്ലസ്സോ മൈനസോ വന്നാൽ കൊടുക്കാൻ പാടില്ല. അതിന് പ്രത്യേകിച്ച് ഫോമുലകളുണ്ട്. ഇനി 3² എന്ന് പറയുന്നത് 9 ആണെങ്കിൽ, 3² എന്ന് പറയുന്നത് 9 ആണെങ്കിൽ 9ൻ്റെ റൂട്ടാണ് 3 എന്ന് പറയും. ഇതിനെ പറയുന്ന പേര് റൂട്ട് എന്നാണ്, സ്ക്വയർ റൂട്ട് എന്ന് പറയും, റൂട്ട്സ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്. അതായത് 3² 9 ആണെങ്കിൽ 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3. 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം 9 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് എന്നാണ്. 9 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ ആണ്. വേറൊരു എക്സാമ്പിൾ, 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 16 ഏതിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ് 16, 4 × 4. ഓക്കെ, ഞാനിത് ഇവിടെ പറയാൻ കാരണം ഈ റൂട്ട് 16 എന്ന് പറയുന്നതിനെ നമുക്ക് 16 റൈസ് ടു 1/2 എന്ന് എഴുതാം. റൂട്ട് എന്ന് പറഞ്ഞാൽ പവറാക്കി എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം 1/2 ആണ്. ഇത് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഴുതിയ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ പവറാക്കി എങ്ങനെ എഴുതും? 9 റൈസ് ടു 1/2. അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. 9 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാലും റൂട്ട് 9 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? ഏത് നമ്പർ വന്നാലും അതിൻ്റെ റൂട്ട് ഏതോ ഒരു നമ്പർ എക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നതും
എക്സ് റൈസ് ടു 1/2 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഒരു കാര്യം കൂടെ 2⁻0 എന്ന് പറയുന്നത് ആൻസർ 1 ആണ്. 5⁻0 എന്ന് പറഞ്ഞാലും ആൻസർ 1 ആണ്. 8⁻0 എന്ന് പറഞ്ഞാലും ആൻസർ 1 ആണ്. അതായത് ഏത് നമ്പർ എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പർ, ഏത് നമ്പർ റൈസ് ടു 0 വന്നാലും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഇനി ഫ്രാക്ഷൻ ആയാലും ശരി, 1/2 എന്ന് വന്നാലും ശരി, 0.5 എന്ന് വന്നാലും ശരി, ഏത് നമ്പർ റൈസ് ടു 0 വന്നാലും ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഇനി പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ഏത് നമ്പർ റൈസ് ടു 0 വന്നാലും 1 വരുന്നത്? അതിൻ്റെ കാരണം നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ട്? വൈ 2⁻0, 5⁻0, 8⁻0 becomes 1? ഓക്കെ, അതിൻ്റെ ആൻസറാണ് നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ എഴുതുന്നു 2⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 2 ആണ്. 2² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 2 ആണ്. 2³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 ആണ് അല്ലേ? ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ശരി, അപ്പോൾ 2⁻1 കഴിഞ്ഞിട്ട് 2⁻1 അറിയാമെങ്കിൽ 2⁻2 കണ്ടുപിടിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അടുത്ത് 2⁻³ കണ്ടുപിടിക്കാൻ 2³ കണ്ടുപിടിക്കാൻ 2² കൂടെ ഒരു 2 കൂടെ ഇൻറ്റു ചെയ്യണം. 2⁻4 കണ്ടുപിടിക്കാൻ 2³ കൂടെ ഒരു 2 കൂടെ ഇൻറ്റു ചെയ്യണം. ഓരോ 2 വെച്ച് ഇൻറ്റു ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ 2 വെച്ച് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ കൂടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2³ കിട്ടും. ഇതിൻ്റെ കൂടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2⁻4 കിട്ടും. ഇനി നമുക്കിതിനൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. അതായത് 2⁻4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2⁻4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2³ കിട്ടും. 2³ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2² കിട്ടും. 2² 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 × 2 കട്ടായി പോയി 2 കിട്ടും. എങ്കിൽ 2⁻1ൻ്റെ തൊട്ട് മുമ്പുള്ള 2⁻0 കണ്ടുപിടിക്കാൻ 2⁻1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? നമ്മൾ 2⁻4ൽ നിന്നും 2³ കിട്ടാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2³ നിന്നും 2² കിട്ടാൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2² നിന്ന് 2⁻1 കിട്ടാൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ 2⁻0 കിട്ടാൻ 2⁻1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2⁻1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 2/2 എന്ത് കിട്ടും? 1 കിട്ടും. ഇങ്ങനെയാണ് 2⁻0 1 ആയത്. ഇതുപോലെ ഏത് നമ്പർ റൈസ് ടു 0 എന്തായിരിക്കും? 1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു നമ്പർ റൈസ് ടു 0 വന്നാലും ആൻസർ 1 ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ ചാനൽ വരുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ കാണാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.